ഭഗത് സിംഗിനെ കുറിച്ച് നടത്തിയ പരാമർശത്തിൽ മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദിനെതിരായ ഹർജി തള്ളി. ഒറ്റപ്പാലം CJM കോടതിയാണ് ഹർജി തള്ളിയത്. കലാപാഹ്വാനം ഉൾപ്പെടെ ചുമത്തി കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ദല്ലായ് സ്വദേശി ഗോവിന്ദ് രാജാണ് ഹർജി നൽകിയത്. പരാമർശങ്ങൾ ദേശവിരുദ്ധമോ കലാപാഹ്വാനമോ അല്ലെന്ന് വീഡിയോ പരിശോധിച്ച ശേഷം കോടതി നിരീക്ഷിച്ചു. മുഹമ്മദ് അസ്ലമുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. മുഹമ്മദ് അസ്ലം, മറ്റെന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടത്തിയ ഒരു ടോക്ക് ഷോയുടെ ഭാഗമായിട്ട് മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് നടത്തിയ പരാമർശം, ഭഗത് സിംഗുമായി നടത്തിയ പരാമർശം അത് ദേശദ്രോഹപരമാണ്, കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതാണെന്ന് കാണിച്ചുകൊണ്ടാണ് ഗോവിന്ദ് രാജ് എന്ന് പറയുന്ന പാലക്കാട് നെല്ലൈ സ്വദേശി ഒറ്റപ്പാലം കോടതിയെ സമീപിച്ചിരുന്നത്. ഈ വിഷയം നേരത്തെ DYFI സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കുകയും അങ്ങനെ തരത്തിലുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും പൊതുയോഗങ്ങളൊക്കെ ഈ വിഷയത്തിൽ നടത്തുകയും ചെയ്തിരുന്നു. കോടതി കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ ഹർജി തള്ളിയത് മാത്രമല്ല, ഈ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷമാണ് കോടതി ഇത് തള്ളുന്നത്. അതിൽ പറയുന്ന കാര്യം, in the entire video there is no provocation with intent to cause riots. അത് കലാപാഹ്വാനം നിൽക്കുന്ന കലാപാഹ്വാനം ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അതിലില്ല എന്ന് പറയുന്നു. മാത്രമല്ല, there is no act done by the accused endangering the sovereignty and unity and integrity of India to attract section 152. അതായത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായ, അതായത് രാജ്യദ്രോഹ കുറ്റം കൂടി ചുമത്തണമെന്നൊക്കെ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ആ അർത്ഥത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കോ മറ്റോ ദേശീയതയ്ക്കോ എതിരായ എന്തെങ്കിലും കാര്യങ്ങളില്ല. മാത്രമല്ല, അതൊരു ചാനൽ ഒരു മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചാറ്റ് ഷോ മാത്രമാണ്, ഒരു അഭിപ്രായ പ്രകടനം മാത്രമല്ല ഷഹീദ് ഭഗത് സിംഗ് എന്ന് തന്നെയാണ് അതിൽ അദ്ദേഹം പ്രയോഗിക്കുക പോലും ചെയ്യുന്നത് എന്ന് വളരെ വിശദമായി പറഞ്ഞുകൊണ്ടാണ് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. പിന്നെ 152 അതോടൊപ്പം തന്നെ 192 തുടങ്ങിയ BNSലെ ഭാരത ന്യായ സംഹിതയുടെ വകുപ്പുകൾ ചുമത്തി സി ദാവൂദിനെതിരെ കേസെടുക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സി ദാവൂദിനൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത മീഡിയ എഡിറ്റർ പ്രമോദ് രാമൻ, നിഷാദ് റാവുത്തർ തുടങ്ങിയവർക്കെതിരെയും ഈ ഹർജി നൽകിയിരുന്നു. എന്തായാലും ഹർജി പൂർണ്ണമായി തള്ളിയിട്ടുണ്ട്. ആരോപണങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കുകയും വീഡിയോ തന്നെ മജിസ്ട്രേറ്റ് പരിശോധിച്ചതിന് ശേഷമാണ് ഇത് തള്ളിയിരിക്കുന്നത്. ഒറ്റപ്പാലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സജിത MN ആണ് ഈ ഉത്തരവ് പ്രവർത്തിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് അമീൻ ഹസനാണ് മീഡിയ വണ്ണിന് വേണ്ടി കോടതിയിൽ ഹാജരായത്.